നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഓട്ടോമൊബൈൽ കമ്പനികൾ വൻ നഷ്ടത്തിലേക്കെന്ന് സൂചന. പുതിയ താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് US-ലേക്കുള്ള എല്ലാ കയറ്റുമതികളും താൽക്കാലികമായി നിർത്തുമെന്ന് ഇന്ത്യൻ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സ്. UK-യിൽ നിന്നുള്ള ജഗ്വാർ ലാൻഡ് റോവറിന്റെ കയറ്റുമതി കമ്പനി താൽക്കാലികമായി നിർത്തി. US-ലേക്കുള്ള കാർ ഇറക്കുമതിക്ക് 25% ലെവിയാണ് പ്രാബല്യത്തിൽ വന്നത്. യൂറോപ്യൻ യൂണിയന് ശേഷം UK-യുടെ കാർ കയറ്റുമതിയുടെ ഏറ്റവും വലിയ വിപണിയാണ് US. താൽക്കാലികമായി ആണെങ്കിലും കയറ്റുമതി നിർത്തിവെക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓഹരി വിപണിയിലും കമ്പനിയുടെ ഷെയറുകൾ കുത്തനെ ഇടിഞ്ഞിരുന്നു. ഏപ്രിൽ ആദ്യം മുതൽ കാറുകൾക്ക് ഏർപ്പെടുത്തിയ 25% താരിഫ് അടുത്ത മാസം മുതൽ ഓട്ടോ പാർട്സുകളുടെ ഇറക്കുമതിക്കും ബാധകമാകും. US-ന്റെ പുതിയ വ്യാപാര നയം ലോകമൊട്ടാകെ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. നിലവിൽ US-യുമായി ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് UK ശ്രമിക്കുന്നത്. UK കയറ്റുമതിയിലെ 10% താരിഫ് നീക്കം ചെയ്യുന്നതിനായി UK സർക്കാർ US-യുമായി ചർച്ച തുടരുമെന്ന് UK ചാൻസലർ റേച്ചൽ റീവ്സ് പറഞ്ഞു. പ്രധാന ടെക് കമ്പനികൾ പ്രതിവർഷം അടയ്ക്കേണ്ടതായി വരുന്ന £1 ബില്യൺ ഡിജിറ്റൽ സേവന നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ഇളവുകൾ UK വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 9 മുതൽ കെയർ മേഖലയിൽ പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നു. കെയർ മേഖലയിലുള്ള ലോക്കലി ബേസ്ഡ് മൈഗ്രൻസിന് വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റിനേക്കാൾ മുൻഗണന നൽകുന്നതാണിത്. ഈ മാറ്റം UK-യിൽ ഇതിനകം താമസിക്കുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനും വിദേശത്തു നിന്നുള്ള അനാവശ്യ റിക്രൂട്ട്മെന്റ് കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. 2020 ആരംഭിച്ച ഹെൽത്ത് ആൻഡ് കെയർ വിസയിലൂടെ കെയർ മേഖലയിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചില തൊഴിലുടമകൾ ഈ സംവിധാനം ദുരുപയോഗം ചെയ്തതായി ആരോപണങ്ങൾ ഉയർന്നു. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾക്ക് പണം ഈടാക്കുകയോ ജോലി വാഗ്ദാനം ചെയ്ത് തൊഴിലാളികളെ വഞ്ചിക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. പുതിയ നിയമപ്രകാരം ഇംഗ്ലണ്ടിലെ കെയർ പ്രൊവൈഡർമാർ വിദേശത്തു നിന്ന് തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുൻപ് UK-യിൽ ഇതിനകം ഉള്ളതും പുതിയ സ്പോൺസർഷിപ്പ് ആവശ്യമുള്ളതുമായ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ തെളിവ് നൽകണം. ഇത് തൊഴിലാളികളുടെ ചൂഷണം തടയാനും UK-യിലെത്തിയവർക്ക് അവസരങ്ങൾ ഉറപ്പാക്കാനും സഹായിക്കും. 2022 ജൂലൈ മുതൽ 2024 ഡിസംബർ വരെ 470-ലധികം സ്പോൺസർ ലൈസൻസുകൾ റദ്ദാക്കിയതിനാൽ ഈ നിയമം അത്യാവശ്യമാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തി. ഈ നിയമം ഇംഗ്ലണ്ടിൽ മാത്രമാണ് ബാധകമാകുന്നത്. സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ മാറ്റമില്ല. കൂടാതെ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള മിനിമം ശമ്പളം മണിക്കൂറിൽ £12.82 ഉയർത്തും. ഈ മാറ്റങ്ങൾ പ്രാദേശിക തൊഴിലാളികൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് UK-യുടെ കുടിയേറ്റ നയത്തെ കൂടുതൽ നിയന്ത്രിതവും നീതിപൂർവവുമാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ ദേശീയ പത്രങ്ങളിലെ ഒന്നാം പേജുകളിലെ പ്രധാന വാർത്തകൾ. സ്പെയിനിൽ വേനൽക്കാലം തടസ്സപ്പെടുമെന്ന് ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ US താരിഫ് നയങ്ങളോടുള്ള പ്രതികരണമായി കെയർ സ്റ്റാർമർ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിയമങ്ങളിൽ ഇളവ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിലെ റെഡ് ആരോസ് ഡിസ്പ്ലേ ടീം തങ്ങളുടെ ഐക്കണിക് ഫ്ലീറ്റിനെ റഷ്യൻ രൂപകൽപ്പന ചെയ്ത ജെറ്റുകൾക്കായി കൈമാറ്റം ചെയ്തേക്കാമെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. പോസ്റ്റേറ്റ് ക്യാൻസർ പരിശോധന പരിപാടികൾക്കായുള്ള പ്രചാരണത്തിന് GP-മാർ വൻതോതിൽ പിന്തുണ നൽകുന്നുണ്ടെന്ന് ഡെയിലി മെയിൽ പറയുന്നതായി ഒരു വോട്ടെടുപ്പ് പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ എല്ലാ ബ്രിട്ടീഷ് വീരന്മാർക്കും VE ദിനപരിപാടികളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്ന് ഡെയിലി എക്സ്പ്രസ് പറയുന്നു. ട്രംപിന്റെ ആഗോള താരിഫുകൾ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ ബിസിനസ്സുകൾ പിടിമുറുക്കുമ്പോൾ പ്രധാന ബ്രിട്ടീഷ് വ്യവസായങ്ങളെ പിന്തുണയ്ക്കാൻ സർക്കാർ ഇടപെടുമെന്ന് സർ കെയർ സ്റ്റാർമർ പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈസ്റ്റർ സ്കൂൾ അവധിക്കാലം 24°C വരെ ഉയരുമെന്നും ബ്രിട്ടൻ ഓസ്ട്രേലിയയേക്കാൾ ചൂടായിരിക്കുമെന്നും ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഓട്ടോമോട്ടീവ് വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി ഹൈബ്രിഡ് കാറുകൾ 5 വർഷത്തേക്ക് കൂടി വിൽപ്പനയിൽ തുടരാൻ അനുവദിക്കുന്നതിനായി 2030 ശേഷം പുതിയ പെട്രോൾ കാറുകളുടെ നിരോധനത്തിൽ ഇളവ് വരുത്തുന്നതായി സർ കെയർ സ്റ്റാർമർ പ്രഖ്യാപിക്കുമെന്ന് ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടന്റെ രോഗപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NHS പദ്ധതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു സംഘത്തെ വീടുതോറും അയക്കുമെന്ന് ദി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഇടയിൽ സാധനങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തരുതെന്നും ഇത് ആഗോള വ്യാപാര യുദ്ധം ആരംഭിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് എലോൺ മസ്ക് പറഞ്ഞതായി മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചെറിയ ഗ്രൂപ്പുകൾക്ക് ലളിതമായ ഒരു നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ ഇക്വിറ്റി ഹെഡ്ജ് ഫണ്ടുകൾക്കായുള്ള നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. സ്കോട്ട്ലൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാട്ടുതീ പടരുന്നു.
സ്കോട്ട്ലൻഡിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗാലോവേയിൽ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 11 മണി കഴിഞ്ഞാണ് കാട്ടുതീ റിപ്പോർട്ട് ചെയ്തത്. ഇതേ തുടർന്ന് എമർജൻസി സർവീസുകൾ സംഭവസ്ഥലത്തെത്തിയിരുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കവേ ഇതിന്റെ ഫലമായി ഹെലികോപ്റ്റർ വഴിയായി വെള്ളം പമ്പ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. UK-യിലുടനീളമുള്ള താപനില ഉയരുമെന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാട്ടുതീ മുന്നറിയിപ്പ് നൽകുന്നതിന് കാരണമായി. ഗാലോവേയിലെ തീ ഇപ്പോൾ ബെന്നാൻ ലാമച്ചിൻ കുന്നുകളിലേക്ക് നീങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാറ്റിന്റെ ഗതി മാറിയതിനു ശേഷം ഈസ്റ്റർഷെയറിലെ ലോസ്റ്റൂൺ മേഖലയിലേക്ക് തീ പടരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക്ക്ഡൌൺ പ്രദേശത്തിന് സമീപം താമസിക്കുന്നവരോട് ജനലുകളും വാതിലുകളും അടച്ചിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്ത സൂപ്പർ മാർക്കറ്റ് മോഷണം തടയുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നു. ഫേഷ്യൽ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണ് അസ്ത ആരംഭിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ മോഷ്ടാക്കളെ നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. മാഞ്ചസ്റ്റർ പ്രദേശത്തെ 5 സ്റ്റോറുകളിൽ ഈ പദ്ധതി അസ്ത നടപ്പാക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ നിലവിലുള്ള CCTV ശൃംഖലയിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് മോഷണം, അക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ മുമ്പ് ഉൾപ്പെട്ടവരുടെ ഒരു ഡേറ്റ ബേസുമായി തത്സമയ ചിത്രങ്ങൾ താരതമ്യം ചെയ്യുന്നു. സാമ്യം കണ്ടെത്തിയാൽ അസ്തയുടെ ഹെഡ് ഓഫീസ് സുരക്ഷാ ടീമിന് അലർട്ട് ലഭിക്കുകയും സ്റ്റോറിനെ അറിയിക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം 1400 ജീവനക്കാർക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനാൽ ഈ നടപടി സ്റ്റാഫിൻ്റെയും ഉപഭോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. 2 മാസത്തെ പരീക്ഷണത്തിന് ശേഷം ഫലങ്ങൾ വിലയിരുത്തി ഇത് മറ്റ് ശാഖകളിലേക്ക് വ്യാപിപ്പിക്കണോ എന്ന് തീരുമാനിക്കും. ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം പറയുന്നതനുസരിച്ച് ഷോപ്പ് വർക്കർമാർക്ക് എതിരായ അക്രമവും ദുരുപയോഗവും 2020 മുതൽ 3 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ദിവസവും 2000-ലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സ്വകാര്യതയെ ഹനിക്കുന്നതായി വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഡേറ്റ സംരക്ഷണ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും കുറ്റവാളികളുടെ ഡേറ്റ മാത്രമേ സൂക്ഷിക്കൂ എന്നുമാണ് അസ്ത പറയുന്നത്. ഈ പരീക്ഷണം റീറ്റെയിൽ ക്രൈമിന് എതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ ചുവടുവയ്പ്പാണ്. എന്നാൽ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ ചർച്ചയാകും. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി 300 ഏജൻസികളെ പിരിച്ചുവിടാൻ UK പദ്ധതിയിടുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ ചെലവ് ചുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ക്യാബിനറ്റ് ഓഫീസ് മന്ത്രി പാറ്റ് മക്ഫാഡൻ സർക്കാർ വകുപ്പുകളോട് ഓരോ കോങ്കോയുടെയും, അതായത് ക്വാസി ഓട്ടോണോമസ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ നിലനിൽപ്പ് ന്യായീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒഴിവാക്കേണ്ട ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നടപടി സ്റ്റാർമറിന്റെ പാഴ്ചെലവ് കുറയ്ക്കൽ, ഭരണ സംവിധാനം പരിഷ്കരിക്കൽ എന്നിവയ്ക്കുള്ള പദ്ധതിയുടെ ഭാഗമാണ്. NHS ഇംഗ്ലണ്ട് പോലുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാനും പേയ്മെന്റ് സിസ്റ്റം റെഗുലേറ്ററിനെ ലയിപ്പിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ബ്രിട്ടന്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമായതിനാൽ 14 ബില്യൺ പൗണ്ടിന്റെ ക്ഷേമ വകുപ്പ് ചെലവ് ചുരുക്കൽ പാക്കേജ് ധനമന്ത്രി റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ചിരുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.